അഹ്മദ, അഹ്മദി എന്ന് വരും. അതൊക്കെ ശേഷം രണ്ട് വരാൻ പറ്റൂലേ. പക്ഷെ ഇവിടെ അഹ്മദ എന്നുള്ളത് എന്താണ്? ഗൈറു മുൻസരിഫ് ആയതുകൊണ്ട് കസർ ഏതുകൊണ്ടാണ്? ഗൈറു മുൻസരിഫിന് അതുകൊണ്ടാണ്. അപ്പോൾ ഡി എ വരും. ആൻസർ ഡി ആണ് വരിക. ഓക്കെ, ബാക്കിയുള്ളതൊന്നും വരില്ല. അത് ഗൈറു മുൻസരിഫ് ആയതുകൊണ്ട് അങ്ങനെ തെറ്റായ രൂപത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ദഹബൽ അസാതിദതു ഇല്ലാ ബഷീറൻ അല്ലേ? അവിടെ ബഷീറൻ എന്നാ വരിക. നമുക്കറിയാലോ അത് മൂജബാണ്. അവിടെ ബഷീർ എന്നുള്ള നസ്ബയിൽ നിർബന്ധമാണ്. എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഇസ്തിസ്ന നമുക്കറിയാം. മുസ്തസ്ന മിൻഹു സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോസിറ്റീവായ കലാമാണ്. അപ്പോൾ അവിടെ എന്തേ വരാൻ പറ്റൂ? നസ്ബേ വരാൻ പറ്റൂ. അത് ബഷീറൻ എന്നുള്ളതാണ്. അടുത്തത് മാ ലറിബ്തു ഇല്ലാ തമീമൻ എന്നാണ് വരിക അല്ലേ? മാ ലറബ്തു അവിടെ മുസ്തസ്ന മിൻഹു പറയപ്പെട്ടിട്ടില്ല, നെഗറ്റീവാണ്. അപ്പോൾ മാ ലറബ്തുവിൻ്റെ എന്താണ് തമീമൻ എന്നുള്ളത്? മഫൂലാണ്. നോക്കിയാൽ മതി. ഇല്ല കളഞ്ഞിട്ട് തമീമൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്താണോ കൊടുക്കുക അതാണ് കൊടുക്കേണ്ടത്. തമീമൻ എന്നുള്ളതാണ് വരിക. അടുത്തത് മാ ഖറഅത്തുൽ ഖുർആൻ ഓതിയിട്ടില്ല ഇല്ലാ സഫഹത്തൈനി. ഓക്കെ, ഖുർആന എന്നുള്ളതിൻ്റെ നോക്കിയാൽ മതി അല്ലേ? എല്ലാ സഫഹത്തൈനി, സഫഹത്താനി ഉള്ളത് റഫിൻ്റെ സ്ഥാനമാണ്. പിന്നെ ഇവിടെ ഏതാണ് വരിക? സഫഹത്തൈനി എന്നുള്ള മഫ്ഊലിന് ഇവിടെ തസ്നിയാണ്. തസ്നിക്ക് എങ്ങനെയാണ് നസ്ബ് ഉണ്ടാവുക? യാ കൊണ്ട്. ഇവിടെ ഡി അന്തരം അല്ലേ? ജാൽ മുസാഫിറൂന ഒയറ എന്നും പറയാം, ഒയറു എന്നും പറയാം. ഓക്കെ, മുസാഫിറൂന എന്നതിലേക്ക് ചേർത്തി ഒയറൂന് റഫും കൊടുക്കുക, അല്ലാതെ ഒയറ എന്ന് പറയുകയും ചെയ്യാം. ഓക്കെ, മജ എന്നുള്ളത് ഇവിടെ ഒയറ എന്നുള്ളതാണ്. ഇവിടെ നഫിയാണ്. മുസ്തസ്നാമിന് പറയപ്പെടുന്നപ്പോൾ ഒയറ എന്ന് കൊടുക്കാം, ഒയറു രണ്ടും അപ്പുറത്ത് കൊടുക്കാൻ പറ്റും. അതേ നിയമം എവിടെ പറ്റും? ഒയറക്കും ഒയറുക്കും പറ്റും. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞല്ലോ. ഇനി ഇവിടെ ഏതാ? മഅദ സഹീഫത്തൻ. മഅദ വന്നു കഴിഞ്ഞാൽ സഫഹത്തൻ എന്നുള്ള എനിക്ക് മഫ്ഊലുൻ ബിഹി എന്നതിനക്ക് നസ്ബ് കൊടുക്കൽ നിർബന്ധമാണ്. ഖതഅത്തുൽ അസ്ഹാറ പൂ ഞാൻ പറിച്ചു. ഖലക്ക് ശേഷം രണ്ടും പറ്റും. അൽ വറദാന്ന് പറ്റും, ജർഫത്ത് കൊടുക്കാൻ പറ്റും, നസ്ബ് കൊടുക്കാൻ പറ്റും. അൽ വറദി എന്ന് ജറ് കൊടുക്കാൻ പറ്റും. ഖല. ഓക്കെ, മാ വസല ഇല്ല. വസലിൻ്റെ ഫായിൽ ഫാത്തിമത്തു. അവിടെ എന്താ കൊടുക്കേണ്ടത്? ഫാത്തിമത്തു എന്നാണ് കൊടുക്കേണ്ടത്.